நமது நாட்டில் உள்ள ஒவ்வொரு மாநிலமும் ஒவ்வொரு வகையில் தனித்தன்மை கொண்டது. பல்வேறு மொழிகள், இனங்கள், வழிபாட்டு நம்பிக்கைகள், பண்பாடுகள், உடைகள், உணவுகள், பழக்க வழக்கங்கள் கொண்டதுதான் இந்தியா. Our states, which have implemented the national population policy with dedication upholding the broader national interest, are already being punished in another way. This punishment is in the form of cutting short our share of taxes that is constitutionally due to us. നമസ്കാരം. മണ്ഡല പുനർനിർണയം 2050 വരെ മരവിപ്പിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ വിളിച്ച ചെന്നൈ സമ്മേളനം. ഈ ആവശ്യം ഉന്നയിച്ച് രാഷ്ട്രപതിക്ക് നിവേദനം നൽകും. മുഖ്യമന്ത്രിമാരും പാർട്ടി പ്രതിനിധികളും ഒന്നിച്ച് പ്രധാനമന്ത്രിയെയും കാണും. മണ്ഡല പുനർനിർണയ നീക്കം പാർലമെന്റിൽ യോജിച്ച് തടയാനും തീരുമാനമായി. കേന്ദ്ര നീക്കം കൊളോണിയൽ കാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണെന്നും BJPക്ക് വേണ്ടിയുള്ള നീക്കമാണെന്നും യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ജനാധിപത്യവും ഫെഡറൽ ശിലയും സംരക്ഷിക്കാനാണ് പോരാട്ടമെന്നും ഇത് ചരിത്ര ദിനമെന്നും M.K. സ്റ്റാലിൻ പറഞ്ഞു. 14 രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അണിനിരന്ന സമ്മേളനം മണ്ഡല പുനർനിർണയ നീക്കത്തിൽ കേന്ദ്ര സർക്കാരിനുള്ള താക്കീതോ പരിശോധിക്കാം. സ്വാഗതം. ഈ ചർച്ചയിൽ ഡോക്ടർ G. ഗോപകുമാർ, രാഷ്ട്രതന്ത്ര വിദഗ്ധൻ, ശ്രീ നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് പ്രതിനിധി, ശ്രീ പിന്റു മഹാദേവ്, BJP പ്രതിനിധി, അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇടത് സഹയാത്രികൻ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ഡോക്ടർ ഗോപകുമാർ, നമുക്കറിയാം ജനസംഖ്യ നയം പിന്തുടർന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് മണ്ഡല പുനർനിർണയം വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. അവരുടെ പാർലമെന്ററി പ്രാതിനിധ്യം ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കപ്പെടും എന്ന ആശങ്കയുണ്ട്. അതിനെ ചെറുക്കുക എന്നത് ആ സംസ്ഥാനങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ് എന്ന് കരുതുന്നു. അങ്ങനെ ചേർന്ന സമ്മേളനമാണ് ഇന്ന് ചെന്നൈയിൽ. M.K. സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ സമ്മേളനം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുന്ന തരത്തിൽ ഭംഗിയായി പൂർത്തിയായി എന്നാണോ താങ്കൾ കരുതുന്നത്? ഒരു ജോയിന്റ് കമ്മിറ്റി രൂപീകരിക്കാനും പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ യോജിച്ച പോരാട്ടം നടത്താനും തീരുമാനിച്ചിരിക്കുന്നു. ഒരു ഫെഡറൽ സംവിധാനത്തിൽ അവർക്ക് യോജിച്ചതല്ലാത്ത തീരുമാനങ്ങളെ ചെറുക്കാനുള്ള എല്ലാവിധ സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ ഇന്നത്തെ യോഗം എത്തിയിട്ടുണ്ടോ? അല്ല, ഇത് പ്രതിപക്ഷത്തിൻ്റെ മാത്രമുള്ളൊരു പ്രശ്നമായിട്ടല്ല കാണേണ്ടത്. ഇത് രാജ്യത്തിൻ്റെ തന്നെ പൊതുവായിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് വിശാലമായ ചർച്ച വേണം. ആ ചർച്ചയോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ചർച്ചകളും കൂടിയാലോചനകളും വേണം. കാരണം ഈ ഇഷ്യൂ എന്ന് പറയുന്നത് വെറും ഒരു നോർത്ത് സൗത്ത് ഡിവൈഡായിട്ട് കാണരുത്. അത് സത്യവുമല്ല, വസ്തുനിഷ്ഠവുമല്ല. കാരണം പടിഞ്ഞാറ് ഭാഗത്തും കിഴക്ക് ഭാഗത്തും ജനസംഖ്യ വർദ്ധിച്ച സംസ്ഥാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉത്തരേന്ത്യ വേഴ്സസ് ദക്ഷിണേന്ത്യ അങ്ങനെ ഒരു ലൈൻ കൊണ്ടുവരാൻ പറ്റില്ല. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ദേശീയ പ്രശ്നമാണ്. കാരണം ജനാധിപത്യത്തിൽ പ്രാതിനിധ്യം സ്വഭാവം പ്രധാനപ്പെട്ടതാണ്. 68,000 വോട്ടുകളുള്ള ലക്ഷദ്വീപ് നിയോജകമണ്ഡലങ്ങളും തെലങ്കാനയിലുള്ള മൽക്കഗിരി എന്ന് പറയുന്ന മറ്റൊരു മണ്ഡലവും എന്തൊരു വൈരുദ്ധ്യമാണ്. ആ മൽക്കഗിരിയിലാകട്ടെ 32 ലക്ഷം വോട്ടർമാരാണുള്ളത്. അപ്പോൾ ഈ ഡിസ്പ്രപ്പോർഷൻ, ഈ അസമത്വം, അസന്തുലിതാവസ്ഥ ഇനിയും വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ നമ്മൾ മണ്ഡല പുനർനിർണയം നടത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ മണ്ഡല പുനർനിർണയം നമുക്ക് തടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് 84ാമത്തെ ഭേദഗതിയിൽ നമ്മൾ പാസ്സാക്കിയിട്ട് ഇപ്പോൾ 25 വർഷമായി. യഥാർത്ഥത്തിൽ നമ്മൾ മണ്ഡല പുനർനിർണയം പ്രായോഗികമായി എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ ഒരു പുനർനിർണയം നടത്തിയിട്ട് 50 വർഷത്തോളമാകുന്നു. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയതല്ലാതെ നിയോജകമണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടിയിട്ട് 50 വർഷമാകുന്നു. 543 നിന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അതിൽ തന്നെ നിലനിർത്താൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഉയർത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജനസംഖ്യാ നിയന്ത്രണം നന്നായി പാലിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു ശിക്ഷ കിട്ടുന്നൊരവസ്ഥ വരാൻ പാടില്ല. ഉത്തരേന്ത്യയിൽ ഹിമാചൽ പ്രദേശിന് ഈ നഷ്ടം ഉണ്ടാകും. അപ്പോൾ അതേസമയം ജനസംഖ്യാ നയം ദേശീയ നയമാണ്. അതിനെ ധിക്കരിക്കുകയോ അതിനെ വേണ്ട രീതിയിൽ പരിപാലിക്കുകയോ ചെയ്യാത്ത സംസ്ഥാനങ്ങൾക്ക് ഒരു പാരിതോഷികം പോലെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിലും അപകടമുണ്ട്. മാത്രമല്ല
ഇതിനകത്ത് ജനസംഖ്യാ പ്രാതിനിധ്യ സ്വഭാവത്തിനകത്ത് വലിയൊരു ഇൽബാലൻസ് വരുന്നത് ഫെഡറൽ രാജ്യത്തിന് വലിയ വെല്ലുവിളി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് അഭിപ്രായത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാവരും കൂടി ആലോചിച്ചിരുന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. അത് നീട്ടിവെക്കുന്നതിലാവരുത്. മറ്റ് പല നിർദ്ദേശങ്ങൾ നമുക്ക് വയ്ക്കാം. ഇപ്പോൾ പല നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. ഒരു നിർദ്ദേശം വരുന്നത് അസംബ്ലിയിൽ മാത്രം ഈ പുനർനിർണയം നടന്നാൽ മതി എന്നാണ്. അതോടൊപ്പം ഉയരുന്ന മറ്റൊരു നിർദ്ദേശം അമേരിക്കയിലെ സംസ്ഥാനങ്ങൾക്ക് ഉപരിസഭയിൽ തുല്യ അംഗസംഖ്യയാണ്. 2 പേരാണ് ഓരോ സ്റ്റേറ്റിൽ നിന്ന്. കാലിഫോർണിയയിലായാലും ചെറിയ സംസ്ഥാനങ്ങളിലായാലും ഈ 2 വീതമാണ്. നമുക്കതുപോലെ ഒന്ന് ആലോചിച്ചുകൂടെ? കാരണം ലോകസഭയുടെ തുടർച്ച എന്നുള്ള നിലയിൽ രാജ്യസഭയ്ക്കും പോപ്പുലേഷൻ അടിസ്ഥാനത്തിലാണ് സീറ്റുകളുടെ എണ്ണ വർധനവ് വരുന്നത്. അപ്പോൾ അത് തടയാൻ നമ്മൾ ചെയ്യേണ്ടത് എന്തുകൊണ്ട്? ഉദാഹരണമായി നമുക്ക് 28 സംസ്ഥാനമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും 10 വീതമാക്കി അങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നാൽ രാജ്യസഭയ്ക്കും അത്യാവശ്യം ഭേദഗതി അധികാരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ റെപ്രസെൻറ്റേഷൻ രാജ്യസഭയിൽ കൊണ്ടുവരികയും ഇപ്പോഴത്തെ തീരുമാനം അസംബ്ലി മണ്ഡലങ്ങളായി നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കാം. അതല്ല മറ്റു ചില കാര്യങ്ങൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഈ മണ്ഡല പുനർനിർണയം നടന്നോട്ടെ, സംസ്ഥാനങ്ങളുടെ സീറ്റുകളിൽ അസന്തുലിതാവസ്ഥ തുടരുമ്പോഴും നിർബന്ധമായിട്ടും ഫിനാൻസ് കമ്മീഷനും അതോടൊപ്പം തന്നെ നീതി ആയോഗും ജനസംഖ്യ അടിസ്ഥാനം മാത്രം പരിഗണിക്കാതെ സമൂഹത്തിന് ആ സംസ്ഥാനത്തിൻ്റെ ബാക്ക്വേർഡ്നെസ് പരിഗണിച്ച് ഫിസിക്കൽ ബാക്ക്വേർഡ്നെസ്സും എക്കണോമിക് ബാക്ക്വേർഡ്നെസ്സും സോഷ്യൽ ബാക്ക്വേർഡ്നെസ്സും പരിഗണിച്ച് നയങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്പെഷ്യൽ വെയിറ്റേജ് ഇത്തരം സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത് അവരുടെ പരാതി തീർത്തുകൂടെ? എന്തായാലും ഫെഡറലിസം പഠിച്ചൊരു വിദ്യാർത്ഥി, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഇതിൻ്റെ സങ്കീർണത എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. അത് ദേശീയ ഐക്യത്തിന് ഘാതം വരുത്തുന്ന രീതിയിൽ കൊണ്ടുവരാൻ പാടില്ല. മറിച്ച് സംസ്ഥാനങ്ങൾക്കും കൂടി ഉയരാനും വളരാനും പുരോഗതി ഉണ്ടാകാനും സാധ്യതയുണ്ടാകണം. നമ്മളിവിടെ ഈ ചർച്ചയിലൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ചെറിയ സംസ്ഥാനങ്ങളാണ്. അവരൊക്കെ ഒരു സമയത്ത് വലിയ സെപ്പറേറ്റിസം പറഞ്ഞവരാണ്. പക്ഷെ അവരെല്ലാം ഇപ്പോൾ ദേശീയ ധാരയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അത്തരം സംസ്ഥാനങ്ങൾക്കുള്ള പാക്കേജും പരിഗണിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ നയരൂപീകരണം നടത്തുന്ന ആ ഒരു എക്സ്ക്ലൂസീവ് പാറ്റേണിൽ മാറ്റം വന്ന് ഈ ഗ്രാൻസ് ഇൻ എയ്ഡിൻ്റെ കാര്യത്തിലായാലും ഫണ്ടിൻ്റെ ഡെവല്യൂഷൻ്റെ കാര്യത്തിലായാലും സ്പെഷ്യൽ പാക്കേജിൻ്റെ കാര്യത്തിലായാലും സംസ്ഥാനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയുള്ള ഒരു നടപടി വേണ്ടത്. അല്ലാതെ സംസ്ഥാനങ്ങളുടെ അംഗസംഖ്യ മാത്രമല്ല വെയിറ്റേജ് ആയിട്ട് വരും. തീർച്ചയായും മണ്ഡല പുനർനിർണയത്തെ എതിർക്കുന്നില്ലെന്നും സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്നതാകരുത് നടപടി എന്നതുമാണ് ഇന്ന് യോഗത്തിൽ ഉൾപ്പെടെ സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടിയത്. അവരുടെ ഒരു പൊതുവികാരവും അതുതന്നെയായിരുന്നു. ഈ ജനസംഖ്യാ നിർദ്ദേശങ്ങൾ പാലിച്ച സംസ്ഥാനങ്ങൾ അത് ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന കാര്യം മാത്രമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീ നിജേഷ് അരവിന്ദ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ പ്രാധാന്യം കുറഞ്ഞു നിൽക്കുന്ന, അപ്രസക്തമാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മണ്ഡല പുനർനിർണയത്തിനെതിരെ ഒരു വലിയ കൂട്ടായ്മ, ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് അതീതമായ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി പിന്തുണയോടുകൂടി ഇന്ന് ചെന്നൈയിൽ നടക്കുന്നത്. അത് ഇന്ത്യ മുന്നണിക്കും പ്രതിപക്ഷ നിരക്കുമൊക്കെ ഒരു വലിയ ഐക്യ സ്വഭാവം നൽകുന്ന തരത്തിലാണോ നിങ്ങൾ നോക്കിക്കാണുന്നത്? 6 PCC അധ്യക്ഷന്മാരും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവരൊക്കെ കോൺഗ്രസിന്റെ ഭാഗമായ യോഗത്തിൽ പങ്കെടുത്തു. ഈ മണ്ഡല പുനർനിർണയം എന്ന വിഷയത്തിൽ യോജിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഓരോ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും ആത്മവിശ്വാസം നൽകുന്നതാണോ? തീർച്ചയായിട്ടും ചില രാഷ്ട്രീയ വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അഭിപ്രായമുള്ള ആളുകൾ ഒരുമിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവിക സംഭവമാണ്. തെരഞ്ഞെടുപ്പ് വരെ BJPക്കെതിരെയുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഇന്ത്യ മുന്നണി. അതിനുശേഷം പാർലമെൻറ്റിനകത്തും ആ മൂവ്മെൻ്റാണ്. എന്നാൽ ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് ഇന്ത്യ രാജ്യത്തെ വളരെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമാണ് ഈ ഡീലിമിറ്റേഷൻ ചർച്ച. ആ ചർച്ചയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് 6 PCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ചർച്ചയിൽ പങ്കെടുത്തു. അതൊരു മൂവ്മെൻ്റാണ്. ആ മൂവ്മെൻറ്റ് നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ചർച്ച ചെയ്യപ്പെടുന്നതുപോലെ നമ്മൾ ഇതിനൊന്നും എതിരല്ല. പക്ഷേ നിലവിലുള്ള സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് നേരത്തെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച പോളിസിയെ അംഗീകരിച്ചതിൻ്റെ പേരിൽ നഷ്ടമുണ്ടാവരുത്, ഈ ഫെഡറലിസത്തിന് പ്രയാസമുണ്ടാവരുത്. അതുകൊണ്ട് അതിനെല്ലാം സംരക്ഷിച്ച രീതിയിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ.
ഒരു തരത്തിലുള്ള ഹിഡൻ അജണ്ടകളും ഇതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തിനെ ശിക്ഷിക്കുന്ന, ഇകഴ്ത്തുന്ന, താഴ്ത്തുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാവാൻ പാടില്ല എന്ന ഐക്യബോധമാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം. ആ സമ്മേളനം അതിൻ്റെ ഗൗരവത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന് പരിപൂർണമായ അവസ്ഥയിൽ പിന്തുണ കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും. ശ്രീ പ്രിന്റു മഹാദേവ്, ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് ജനസംഖ്യാ നിർദ്ദേശങ്ങൾ അതേപടി പിന്തുടരുകയും അത് നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്ത സംസ്ഥാനങ്ങളെ സംബന്ധിച്ച ആശങ്ക വളരെ വലുതാണ്. അതിനെതിരെ പലതരത്തിൽ അവർ അവരുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ അതൊരു കൂട്ടായ ശബ്ദമായി മാറുന്നു. ഇന്ന് ചെന്നൈ സമ്മേളനം ഒരു പ്രമേയം തന്നെ പാസാക്കിയിരിക്കുന്നു. ഇനി എല്ലാ നിയമസഭകളിലും അത്തരത്തിൽ പ്രമേയങ്ങൾ പാസാക്കാനുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നു. രാഷ്ട്രപതിയെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ, പ്രധാനമന്ത്രിയെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കാൻ, പാർലമെന്റിൽ യോജിച്ച ശബ്ദമായി നിന്ന് അവരുടെ ആശങ്കകൾ അറിയിക്കാൻ. ഇത് വേണ്ട എന്ന് വെപ്പിക്കാനല്ല, ഫെഡറൽ സംവിധാനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാത്ത തരത്തിൽ ഇത് നടപ്പാക്കണം എന്നൊരാവശ്യവും സമ്മർദ്ദവുമാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിന് തീർച്ചയായും അത്തരം ആശങ്കകൾ പരിഗണിക്കേണ്ടി വരില്ലേ? ഇന്ന് ചെന്നൈയിൽ നടന്ന സമ്മേളനത്തെ ഞങ്ങൾ കാണുന്നത് ഭരണഘടനാ വിരുദ്ധ ശക്തികളുടെയും വിഘടനവാദ രാഷ്ട്രീയത്തിന് ആക്കം കൂട്ടുന്ന ആളുകളുടെയും ഒരു സംഗമമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. കാരണം ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രാരംഭ നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോയിട്ടില്ല. അത് സർക്കാരല്ല മുന്നോട്ട് പോകേണ്ടത്, ഒന്നാമത്തെ കാര്യം. അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങളിലേക്കും സർക്കാരോ അല്ലെങ്കിൽ അതിന്റെ ഏജൻസികളോ മുന്നോട്ട് പോയിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് നടക്കണമെങ്കിൽ ഈ നമ്മളുടെ സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് അവിടെ യോഗത്തിൽ പങ്കെടുത്തത്. അതെങ്ങനെയാണ് നിങ്ങൾ ഈ നിലയിൽ ജനാധിപത്യം താങ്കൾ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് ഞാൻ ആവർത്തിക്കുന്നില്ല. ആ നിലയിലുള്ള ആളുകളുടെ കൂട്ടായ്മയായി താങ്കൾ കാണുന്നതെന്ന് അറിയത്തില്ല. ഓരോ സ്റ്റേറ്റിലും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത യോഗം എങ്ങനെയാണ് നിങ്ങൾ പറയുന്ന ജനാധിപത്യ വിരുദ്ധമാകുന്നതെന്ന് എനിക്കറിയില്ല. മാത്രവുമല്ല, അമിത്ഷാ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് ആർക്കും നഷ്ടം സംഭവിക്കില്ല എന്ന്. ഒരു നടപടികളും തുടങ്ങാത്ത കാര്യത്തിലാണോ അമിത്ഷാ അത്തരം ഒരു പരാമർശം നടത്തുക? അങ്ങനെയല്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് സെൻസസ് നടക്കണം. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത്, അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഭരണഘടന വിരുദ്ധത എങ്ങനെയാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നതാണ് ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള റെപ്രസെന്റേഷൻ. അങ്ങനെയാണല്ലോ ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന പ്രധാനപ്പെട്ട ഇന്ത്യ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്ന് ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള ജനങ്ങളുടെ സർവീസിന് അനുഗുണമായിട്ടുള്ള ജനപ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നുണ്ട്. 1972 543 നമ്മളുടെ ജനപ്രാതിനിധ്യം പാർലമെന്റിനകത്ത്. അന്ന് ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 56 കോടിയാണ്. ഇന്ന് ഇന്ത്യയുടെ ജനസംഖ്യ 144 കോടിയാണ്. 144 കോടിയുള്ള സമയത്തും നമ്മൾ ഈ പറയുന്ന 1972 543 നിൽക്കുന്നു എന്നതിന്റെ ഔചിത്യം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പിന്നെ ഇവരുടെ ആശങ്ക എന്ന് അമിത്ഷാ ആദ്യം പറഞ്ഞില്ല, ഈ ഒരു ആശങ്കയ്ക്ക് യാതൊരു വകുപ്പുമില്ല. ഇതിനകത്ത് സൗത്ത് ഇന്ത്യയുടെയോ നോർത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ പറഞ്ഞ സൗത്ത് ഇന്ത്യയുടെ സീറ്റ് കുറയുമെന്നാണ്. സൗത്ത് ഇന്ത്യയുടെ സീറ്റ് മാത്രമല്ലല്ലോ പറയുക, സീറ്റുകൾ മാത്രം കുറയുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ജനസംഖ്യ നയവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു പോകുന്ന സംസ്ഥാനങ്ങൾക്ക്, അത് ഈ രാജ്യത്ത് അതിന്റെ സ്ഥാനം എവിടെയാണെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പ്രധാന ആശങ്ക. അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ 2011 കേരളത്തിലെ പഞ്ചായത്ത് തലത്തിലുള്ള അടിസ്ഥാനത്തിൽ നടന്ന വാർഡ് വിഭജനങ്ങൾ എന്ത് അടിസ്ഥാനത്തിലായിരുന്നു നടന്നത്? അതും കൂടി നിങ്ങൾ പറയണല്ലോ. അങ്ങനെയാണെങ്കിൽ നിയമസഭയായിക്കോട്ടെ, പഞ്ചായത്ത് തലമായിക്കോട്ടെ, അതൊക്കെ ഈ ജനസംഖ്യ ആനുപാതികമായിട്ട് നമ്മൾ നോക്കണമല്ലോ. 2011 കേരളത്തിലെ ഈ പഞ്ചായത്തുകളുടെ വിഭജനമായിക്കോട്ടെ, വാർഡ് വിഭജനമായിക്കോട്ടെ, എന്തടിസ്ഥാനത്തിലായിരുന്നു? ജനസംഖ്യ തന്നെയായിരുന്നു മാനദണ്ഡം. അങ്ങനെ സംസ്ഥാന സർക്കാരിന് ജനസംഖ്യാ മാനദണ്ഡമാക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന് ജനസംഖ്യാ മാനദണ്ഡം കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ഇതൊരു രാഷ്ട്രീയ തട്ടിപ്പാണ്. 1972 കുടിലെ എല്ലാ കാലഘട്ടത്തിലും എന്റെയും എന്റെ മക്കളോടും മരുമക്കൾക്കും ഈ രാജ്യത്തിന്റെ സർവ്വസമ്പത്തും അധികാരവും കിട്ടാൻ വേണ്ടിയുണ്ടായ ഒരു മാന്ത്രിക സംഖ്യയായിട്ട് ഇന്ദിരാഗാന്ധിയുടെ കുടിൽ കുതിയിലാണ് ഈ 543 നിൽക്കുന്നത് ഈ രാജ്യം. അതിൽ നിന്ന് മാറ്റം വേണ്ടേ? ഈ രാജ്യം 150 കോടി ജനസംഖ്യയിലേക്ക് മാറുന്ന സമയത്ത് ജനപ്രാതിനിധ്യത്തിൽ കൃത്യമായിട്ട് നമ്മൾ അവലോകനം നടത്തുന്ന സമയത്ത് നേരത്തെ ഗോവൻ സാറ് സൂചിപ്പിച്ചു, ആകെ 1 ലക്ഷത്തോളം ആളുകളുള്ള ലക്ഷദ്വീപിലും 20 ലക്ഷത്തോളമുള്ള 31 ലക്ഷമുള്ള ആളുകളുള്ള ഒരു സ്ഥലത്തും ഒരു MP ആണുള്ളത്.
അവിടെ ഇടപെടേണ്ടതില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് 2002 ഭേദഗതിയുണ്ട്. ആ ഭേദഗതി ഉറപ്പുവരുത്തേണ്ടത് 2026 അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനകത്തുള്ള ആശങ്കകൾ പരിഹരിക്കുമെന്ന് പറഞ്ഞല്ലോ. ഒരു സംസ്ഥാനത്തിന് പോലും അവരുടെ നിലവിലുള്ള സീറ്റുകൾ നഷ്ടമാകില്ല എന്നുള്ള ഉറപ്പ് അമിത്ഷാ കൊടുത്തിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ആശങ്ക? അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ജനസംഖ്യ നിയന്ത്രണം നടത്തിയത് കൊണ്ട് തന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഇത് പാടില്ല എന്ന് പറയുന്നതിന്റെ ഔചിത്യം എന്താണ്? ജനസംഖ്യാ നിയന്ത്രണം എന്നത് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടത് ആരാണ്? കേന്ദ്ര സംവിധാനം തന്നെയാണല്ലോ. കേന്ദ്രം തന്നെയാണല്ലോ അത്ര ആവശ്യം മുന്നോട്ട് വെച്ചത്. അപ്പോ അതനുസരിച്ച് ആ നിർദ്ദേശങ്ങൾ പാലിച്ച സംസ്ഥാനങ്ങൾക്കാണ് ജനസംഖ്യാ നിയന്ത്രണത്തിന് നടപടികൾ എടുത്ത, ജനസംഖ്യാ നയത്തിന് അനുകൂലമായി എല്ലാ തരത്തിലും പ്രവർത്തിച്ച സംസ്ഥാനങ്ങൾക്കാണ് ഈ നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് അനുസരിക്കാത്ത സംസ്ഥാനങ്ങൾ, അത് ഈ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് അത് മെച്ചമായി വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. നമുക്കറിയാമല്ലോ ജനസംഖ്യാ നിയന്ത്രണം എന്നത് ഈ രാജ്യത്തെ സംബന്ധിച്ച് എത്രമാത്രം അടിയന്തരമാണ്, എത്രമാത്രം ആവശ്യമുള്ളതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശം തന്നെ പാലിച്ച സംസ്ഥാനങ്ങൾക്ക് അതുമൂലം ഇങ്ങനെ ഒരു തിരിച്ചടി നേരിടുകയും അത് പാലിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് നേട്ടമുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. കേരളത്തിൽ വിഭജനം സംഭവിക്കുമ്പോൾ കേരളം മൊത്തത്തിൽ തന്നെ ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ സത്ത ആ രീതിയിൽ ഉൾക്കൊണ്ട ഇടമാണ്. നമ്മുടെ രാജ്യത്തെ മൊത്തം എടുക്കുമ്പോൾ അതല്ല പല സ്റ്റേറ്റുകളിലെയും സാഹചര്യം. അല്ല, ഈ ജനസംഖ്യ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടത് 1972 ഉണ്ട് മേഡം. 1972 നമ്മൾ ചെയ്തിട്ടുള്ള ചെയ്തികളാണ്. 1972 തന്നെ ഈ 543 സംഖ്യ മാറേണ്ടതായിരുന്നു. അന്നത് ചെയ്തില്ല. അന്ന് ഇന്ദിരാഗാന്ധിയുടെ കുടില ബുദ്ധിയാണ് ഈ 543 നിൽക്കാൻ കാരണം. അതിന്റെ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ പറയുന്ന 2025 നമ്മൾ അനുഭവിക്കുന്നതെന്നുള്ള വസ്തുത. പിന്നെ ഈ ജനസംഖ്യയുടെ നിയന്ത്രണം പറ്റി പറയാൻ ഈ സ്റ്റാലിന്റെയും കരുണാനിധിയുടെയും ഫാമിലിക്ക് എന്ത് അർഹതയാണുള്ളത്? അവരുടെ ഫാമിലിയിൽ തന്നെ ജനസംഖ്യ നിയന്ത്രണം നടപ്പിലാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാണല്ലോ അവർ തമിഴ്നാടിന്റെ മൊത്തത്തിലെ കാര്യം പറയുന്നത്? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചില വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് ഞങ്ങൾ ഈ കേന്ദ്രം പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപടി ഞങ്ങൾ അനുസരിച്ചത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നമൊന്നുമല്ല. ഇത് 1972 ജനസംഖ്യ ആനുപാതികമായിരുന്നില്ല. അവിടെ ഇന്ദിരാഗാന്ധിയും അവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനങ്ങളും ചെയ്തിട്ടുള്ള തെറ്റാണ്. ആ തെറ്റിന്റെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് 150 കോടി ജനങ്ങളിലേക്ക് പോകുന്ന ഒരു രാജ്യത്ത് ക്രമാനുഗതമായിട്ടുള്ള സീറ്റുകളുടെ വർധന ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് പ്രാദേശികവാദം പറയുക, വിഘടനവാദം പറയുക, രാഷ്ട്രവിരുദ്ധത പറയുക, ഇപ്പൊ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് പിണറായി വിജയനും സ്റ്റാലിനും. പ്രാദേശികവാദമാണ് ശ്രീ പിന്റു മഹാദേവിയുടെ പറഞ്ഞത്. കേരളത്തിന് ആശങ്കയുണ്ട്, തമിഴ്നാടിന് ആശങ്കയുണ്ട്, ആന്ധ്രയ്ക്ക് ആശങ്കയുണ്ട്, തെലങ്കാനയ്ക്ക് ആശങ്കയുണ്ട്, പഞ്ചാബിന് ആശങ്കയുണ്ട്, ഒഡീഷയ്ക്ക് ആശങ്കയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ എന്ത് പ്രാദേശികവാദം എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, ഈ ആശങ്ക 1972 ഉണ്ടായിരുന്നല്ലോ. അന്ന് ഒരു ആശങ്കയ്ക്ക് ഒരു തരിമ്പ് പോലും, ഒരു കണിക പോലും, ഒരു അനുവാദം ഒരാൾക്കും കൊടുത്തിട്ടില്ല. അന്ന് ഇതുമായി വിഷയമുണ്ടായിരുന്നല്ലോ. ഇന്ദിരാഗാന്ധിയാണ് സത്യത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താ? തന്റെ കുടുംബാധിപത്യമായിട്ട് കുറെ സീറ്റുകൾ ഉണ്ടായിരുന്നു. ആ സീറ്റുകൾ നിലനിർത്തണം, അതിനപ്പുറത്തേക്ക് പോകരുത്. ആ ദുശാഠ്യമാണ് ഈ പറയുന്ന പ്രതിസന്ധി. രാജ്യത്ത് ചലനാത്മകമായിട്ട് രാജ്യം മുന്നോട്ട് പോവുകയാണ്, പരിവർത്തനം ഉണ്ടാവുകയാണ്. അത് എല്ലാ മേഖലയിലും പരിവർത്തനം ഉണ്ടാകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ പറ്റാവുള്ളൂ. പിന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കേരളവുമായി ബന്ധപ്പെട്ടോ കർണാടകവുമായി ബന്ധപ്പെട്ടോ തെലുങ്കാനയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അവരുടെ ഒരു സീറ്റ് പോലും കുറയില്ല എന്നുള്ള ഉറപ്പ് കൊടുക്കുമ്പോൾ പിന്നെ അത് എത്രമാത്രം എന്ന് കൂടി ഉറപ്പാക്കാൻ കഴിയണ്ടേ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സീറ്റ് കുറയില്ല എന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ അതിൽ വ്യക്തത തേടി രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എം പി ചോദിച്ച ചോദ്യങ്ങൾക്ക് അമിത്ഷായ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ജോൺ ബ്രിട്ടാസ് എം പി മണ്ഡല പുനർനിർണ്ണയം നടപ്പാക്കിയാൽ ദക്ഷിണേന്ത്യയിൽ ലോക്സഭയിൽ നിലവിലുള്ള ആനുപാതിക പ്രാതിനിധ്യമായി 24 ശതമാനം സീറ്റ് എന്ന് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടായിരിക്കും അതിനനുസൃതമായിക്കൊണ്ട് ജനസംഖ്യയുടെ എല്ലാ സാങ്കേതിക വശങ്ങളെയും പരിഗണിച്ചുകൊണ്ട് പ്രാദേശിക തലത്തിലുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇതിനകത്ത് വിഭജനം ഉണ്ടാവുക. അതിന് ഡീലിമിറ്റേഷൻ കമ്മിറ്റി അതിലേക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് കേൾക്കാമോ? അങ്ങനെ സീറ്റ് കുറയില്ല എന്ന് പറഞ്ഞ അമിത്ഷയ്ക്ക് ആനുപാതിക പ്രാതിനിധ്യം ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മറുപടി ഇല്ലാതെ പോകുന്നത്? അല്ല, ജനസംഖ്യ ആനുപാതികമാണല്ലോ. അല്ല, നമ്മുടെ രാജ്യത്തിന്റെ നമ്മൾ ജനാധിപത്യ രാജ്യമല്ലേ? ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളുടെ പ്രാതിനിധ്യം ജനസംഖ്യയ്ക്ക് അനുസരിച്ചാണ് മേഡം. നമ്മുടെ സിസ്റ്റം അതാണ്. അതല്ല ജനാധിപത്യ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. ജനസംഖ്യ ആനുപാതികമായിട്ടാണ്. അപ്പൊ അങ്ങനെയൊന്ന് നോക്കൂ. ഇപ്പൊ കാസർഗോഡ് ജില്ലയ്ക്ക് എത്ര MLA മാരുണ്ട്? അത്ര LMLA മാരോട് മലപ്പുറം ജില്ലയ്ക്കുള്ളത്.
അത്ര MLA-മാരോട് തിരുവനന്തപുരം ജില്ലയ്ക്കുള്ളത്. കേരളത്തിൽ ഈ മാനദണ്ഡമൊക്കെ ബാധകമാക്കിക്കൊണ്ട് പറയുന്ന സമയത്ത് നിങ്ങൾ കേന്ദ്രം ഈ രീതിയിലൊരു മാനദണ്ഡം വരുമ്പോൾ അത് പ്രശ്നവും ഇവിടെ പ്രശ്നമല്ല എന്ന് പറയുന്നതിന്റെ ഔചിത്യം എന്താണ്? അതിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറ്റണം. ഇതുവരെ ചെയ്തു വന്ന കാര്യങ്ങൾ അതുപോലെ നടപ്പാക്കുകയല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ആശങ്ക, ഇത് ഫെഡറൽ സംവിധാനത്തിന്റെ എല്ലാ വിധത്തിലുമുള്ള നിലനിൽപ്പിന് വെല്ലുവിളിയാണ് എന്ന തരത്തിലുള്ള ആശങ്കകൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ അവരെ കേൾക്കണ്ടേ? അവർക്ക് എന്താണ് പ്രശ്നമെന്നുള്ളത് പഠിക്കണ്ടേ? അതിനെന്താണ് സമവായത്തിന്റെ മാർഗം എന്നത് നേടണ്ടേ? ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുന്ന ഭരണഘടന കൂടിയാണ് ശ്രീ പ്രിന്റു നമ്മളുടേത്. ഉണ്ടല്ലോ ഈ ബോഡിക്കകത്ത് ഉപദേശക സമിതി അംഗങ്ങളായിട്ട് വരുന്നത് MP-മാരാണ്, നിലവിലെ MP-മാരാണ്. അതോടൊപ്പം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, ജുഡീഷ്യറി അംഗങ്ങളുണ്ട്. അല്ലാതെ കേന്ദ്ര സർക്കാർ നേരിട്ട് നിയമം പാസാക്കിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുകയല്ല. ഇത് കൃത്യമായ ഒരു പ്രോസസ്സിംഗിന് വിധേയമായിക്കൊണ്ടാണ് ഈ സംവിധാനങ്ങൾ വരിക. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ആശങ്ക മലപ്പുറം ജില്ലയിൽ നിങ്ങൾ നോക്കൂ, മലപ്പുറം ജില്ലയിൽ 16 MLA കോൺസ്റ്റിറ്റ്യൻസികൾ നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടായല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ഈ ആശങ്ക പ്രകടിപ്പിക്കാഞ്ഞത്? 12-ൽ നിന്ന് 16-ലേക്ക് മലപ്പുറം ജില്ല മാറിയ സമയത്ത് പത്തനംതിട്ടയും ആലപ്പുഴയും കോട്ടയം കുറഞ്ഞപ്പോ ഈ പറയുന്ന ആശങ്ക ഒന്നും ഒരാൾക്കും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അവിടെ നിങ്ങൾ പേടിക്കുന്നത് എന്തിനാണ്? ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് ജനസംഖ്യ കൂടിയിട്ടുള്ളത്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആശങ്കപ്പെടുന്നതിന്റെ ഉദ്ദേശശുദ്ധി നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഉത്തർപ്രദേശിൽ ജനസംഖ്യ കൂടുന്നു, ബീഹാറിൽ കൂടുന്നു, അതൊക്കെ BJPക്ക് അനുകൂലമായ സീറ്റുകളായി മാറുമോ എന്നുള്ള ആശങ്കയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അത് ബ്ലണ്ടറാണ്. സത്യത്തിൽ മുസ്ലിം ഭൂരിപക്ഷമായ ഉത്തർപ്രദേശിലെ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇനി സീറ്റുകൾ വിഭജനം വരിക, ബീഹാറിലെ പ്രദേശങ്ങളിൽ വരിക. അപ്പൊ അതൊന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ബംഗാളിലെ പ്രദേശങ്ങളിൽ വരിക. അപ്പൊ ഇതിനകത്ത് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വിഭജനത്തിന്റേതാണ്, വിഘടനവാദത്തിന്റേതാണ്. കാരണം സ്റ്റാലിന് പഴയതുപോലെ തമിഴ് വാദങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഇപ്പൊ മനസ്സിലാക്കണം, തമിഴ് വാദം പഴയതുപോലെയൊന്നും നിൽക്കുന്നില്ലല്ലോ. അപ്പൊ അപ്പോഴാണ് സ്റ്റാലിൻ സ്വാഭാവികമായിട്ട് പുതിയ വാദവുമായിട്ട് വരുന്നത്. കഴിഞ്ഞ 2 മാസമായിട്ട് തമിഴ് വാദം ഭാഷാ നയത്തിനെതിരെ ഏറ്റവും ശക്തമായ പ്രതിരോധം ഉയരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് എന്ന കാര്യം മറക്കരുത്. ഞാൻ പ്രിന്റുവിലേക്ക് തിരിച്ചു വരാം. ശ്രീ BN ഹസ്കർ, ഇവിടെ നോക്കൂ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങുകയാണ് സംസ്ഥാനങ്ങൾക്ക് മുകളിൽ കേന്ദ്ര നീക്കം എന്നതാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഈ നീക്കം നടത്തുന്നത് BJPക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. ഇവിടെ പ്രിന്റു ഉൾപ്പെടെയുള്ളവർ പറയുന്നത് UP-യിൽ ആണ് നിങ്ങൾ ചൂണ്ടുന്നതെങ്കിൽ അവിടെ മുസ്ലിം പ്രാതിനിധ്യം കൂടുതലുള്ള ഇടങ്ങളിലാണ്, അതാണ് ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതും അവിടെയാണ് കൂടുതൽ മണ്ഡലങ്ങൾ രൂപീകൃതമാകാൻ പോകുന്നത് എന്ന്. BJPക്ക് യാതൊരു നേട്ടവുമില്ലെന്നാണ് പറയുന്നത്. രേണുക, ഇതില് മണ്ഡലങ്ങൾ പുനർനിർണയിക്കുമ്പോൾ സ്വാഭാവികമായും ജനസംഖ്യ അനുപാതത്തിലായിരിക്കണം എന്നുള്ളത് ഭരണഘടനയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ നമ്മളൊരു പുരോഗമനാത്മകമായ ഒരു രാജ്യം എന്ന നിലയിൽ ലോകത്താകമാനം നടപ്പിലാക്കി വരുന്ന ഇന്ത്യയുടെ ജനസംഖ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി റേറ്റ് ദേശീയ ശരാശരി 2.5% ആകുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് 1.6. UP, ബീഹാർ, അതുപോലെ തന്നെ ഗുജറാത്ത് തുടങ്ങി അത് മഹാരാഷ്ട്ര തുടങ്ങിയുള്ള സംസ്ഥാനങ്ങൾ 2.7 മുതൽ 2.9 വരെ നിൽക്കുന്ന ഒരു രാജ്യത്താണ് ജനസംഖ്യ അനുപാതത്തിൽ ഇപ്പോ പാർലമെന്റിന്റെ അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളുമായി 2020-ൽ BJP സർക്കാർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഈ മേഖലകളിലൊക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് എന്ന മുടന്ത ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന മറ്റു ഇതര മേഖലകളുണ്ട്. രാജ്യത്തിന്റെ GDP-യുടെ 35% നൽകുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. GDP-യുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ പ്രാതിനിധ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇതിന് മാറ്റം ഉണ്ടാകും. ലോക രാജ്യങ്ങളിൽ ആകമാനം, പുരോഗമനാത്മകമായിട്ടുള്ള രാജ്യങ്ങൾ ആകമാനം ഇത്തരത്തിൽ മാറി ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡിഗ്രസീവ് പ്രൊപ്പോർഷണാലിറ്റി എന്ന അർത്ഥത്തിൽ ലോകത്താകമാനം അത്തരം ചിന്തകൾ ഉരുത്തിരിഞ്ഞു വരികയും 1913-ൽ അമേരിക്കയിൽ ഇത് നടപ്പിലാക്കി 112 കൊല്ലമായി യാതൊരു മാറ്റവുമില്ലാതെ സുസ്ഥിരമായി നടപ്പിലാക്കി വരുന്ന ഒരു ജനാധിപത്യ സംവിധാനമുണ്ട്. അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിൽ സെനറ്റർമാരായി തെരഞ്ഞെടുക്കുന്നത് 2 പേര് വെച്ച് 100 സെനറ്റർമാരെയാണ്. അപ്പൊ സ്വാഭാവികമായും അത്തരത്തിൽ നിയമനിർമ്മാണം നടത്തുന്നതിന് അമേരിക്കയിലെ ഹൂസ്റ്റൺ പോലുള്ള ചെറിയ സംസ്ഥാനങ്ങളും കാലിഫോർണിയ പോലുള്ള വലിയ സംസ്ഥാനങ്ങളും പ്രാതിനിധ്യം രണ്ട് പാർലമെന്റ് സെനറ്റർമാർ ആണ് എന്ന അർത്ഥത്തിലേക്ക് ജനാധിപത്യം അവിടെ ചെയ്യുന്നു. യൂറോപ്യൻ യൂണിയനിലും ജർമ്മനിയിലടക്കം ഇത്തരത്തിൽ ഡിഗ്രസീവ് പ്രൊപ്പോർഷണാലിറ്റി നടപ്പിലാക്കിയ രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളുടെ അനുഭവ പാഠം, ജനാധിപത്യത്തിന്റെ അനുഭവ പാഠം നമ്മുടെ മുന്നിലുണ്ട്. ആ അനുഭവ പാഠത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒരു ഡീലിമിറ്റേഷൻ നടത്തിയാൽ
അല്ലെങ്കിൽ GDP-യുടെ അനുപാതത്തിൽ ഡീലിമിറ്റേഷൻ നടത്തിയാൽ ഇപ്പോ ജനസംഖ്യ അനുപാതത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്ന ഡീലിമിറ്റേഷനിൽ നിന്നും വളരെ വിഭിന്നമായി ഇരിക്കുന്ന ഒരു ഡീലിമിറ്റേഷൻ നടത്താൻ കഴിയും എന്നുള്ളതാണ് ആധുനിക സമൂഹം ചിന്തിക്കേണ്ടത്. മറിച്ച് BJP ആഗ്രഹിക്കുന്നത് UP-യിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും അടക്കം സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത് വഴി BJP-യുടെ ഭരണം നിലനിർത്തുക എന്നുള്ള 543 എന്ന പാർലമെന്റിന്റെ അംഗസംഖ്യയെ സംബന്ധിച്ച് BJP-ക്ക് യാതൊരു ചർച്ചയുമില്ല. കാര്യം അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ശ്രമിക്കുന്നത്. 543 നിലനിർത്തുമെന്നാണ് അമിത്ഷാ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിന്റെ അർത്ഥം കേരളത്തിലെ പാർലമെന്റ് അംഗം 20 എന്ന് പറയുന്നത് 12 ചുരുങ്ങുകയും തമിഴ്നാടിന് 39 നിന്ന് 30 ചുരുങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നുള്ള ആശങ്ക ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ ആകമാനം ബാധിക്കാൻ പോകുന്നതാണ്. കാരണം രാജ്യത്തിന്റെ ജനാധിപത്യം എന്ന് പറയുന്നത് ജനസംഖ്യയുടെ അനുപാതത്തിൽ മാത്രമാവരുത്, സംസ്ഥാനങ്ങളുടെ കൂടി നിയന്ത്രണത്തിലാവണം. ഒരുപക്ഷെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ അനുപാതത്തിൽ പാർലമെന്റിൽ അംഗങ്ങളെ നിശ്ചയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ ഈ പറയുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്ക് മാറ്റമുണ്ടാകും. 1952-ലും 63-ലും 72-ലും 2002-ലും ഒക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ഈ ഡീലിമിറ്റേഷനെ സംബന്ധിച്ച് ചർച്ചകൾ പാർലമെന്റിനുള്ളിൽ വളരെ കൃത്യമായി നടന്നിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോ പറയുന്നത് ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ടാകും. അതിൽ ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പാർലമെന്റ് അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ചകൾ ഉണ്ടാകുമെന്നാണ്. നമ്മുടെ മുന്നിൽ BJP ഗവൺമെന്റിന്റെ തന്നെ ഒരു ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു. വഖഫ് നിയമ ഭേദഗതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്ത ഒരു ജനാധിപത്യ സ്വഭാവവും അംഗീകരിക്കാതെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനമെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ആ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് മുമ്പാകെ നടപ്പിലാക്കിയത് ഇന്ത്യൻ പാർലമെന്റും അതുപോലെ ഇന്ത്യൻ ജനാധിപത്യവും കണ്ട ഒരു സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഇപ്പോ നേരത്തെ തന്നെ BJP-യുടെയും സംഘപരിവാർ കേന്ദ്രങ്ങളും വളരെ കൃത്യമായ ഒരു ചർച്ച ഇന്ത്യയിൽ ആകമാനം അടിച്ചുവിട്ടിരുന്നു. കട്ടിംഗ് സൗത്ത് എന്നാണ് പറയുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ മറ്റൊരു രാജ്യമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ രാജ്യത്ത് നടന്നു വരുന്നു എന്ന അർത്ഥത്തിൽ ആ വിഭാഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം എന്നുള്ളത് മാത്രം ആ വിഭാഗീയത ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം എന്ന അർത്ഥത്തിൽ BJP-യുടെയും സംഘപരിവാറിന്റെയും മാധ്യമങ്ങളടക്കം കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരം ചർച്ചകൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രധാനമായി ഞാൻ ചിന്തിക്കേണ്ടത് ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവം സർഗാത്മകമായി നിലനിൽക്കണമെങ്കിൽ നിശ്ചയമായും വേണ്ടത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രാതിനിധ്യം എന്നുള്ളതാണ്. അത് ജനസംഖ്യ അനുപാതത്തിലുള്ള പ്രാതിനിധ്യമാകുമ്പോൾ സ്വാഭാവികമായും ഇന്നലെ വരെ നാം അനുഭവിച്ചിട്ടുള്ള എല്ലാ നേട്ടങ്ങളെയും തിരിച്ചു പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. കേരളമടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ രാജ്യം നിർദ്ദേശിച്ചിരിക്കുന്ന ജനസംഖ്യാ നിയന്ത്രണത്തിലേക്ക് വന്നു എന്നത് ഒരു വലിയ കുറവായി കണ്ടു. 15-ാം ധനകാര്യ കമ്മീഷനിലടക്കം ഈ ജനസംഖ്യാ അനുപാതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതങ്ങൾ അടക്കം തടഞ്ഞു വെക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോഴാണ് പുതിയ തരത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത് ഇന്ത്യൻ ഭരണഘടന ചലനാത്മകമായ ഒരു ഭരണഘടന എന്ന നിലയിൽ അത്തരത്തിൽ ജനസംഖ്യ അനുപാതത്തിലുള്ള റെപ്രസെന്റേഷന് പകരം മറ്റു തരത്തിൽ നമുക്ക് ചിന്തിക്കാനാകുമോ എന്ന അർത്ഥത്തിലുള്ള പുതിയ ലോകക്രമത്തിന്റെ സാഹചര്യത്തിലും പുതിയ ജനാധിപത്യ ചിന്തകളുടെ സാഹചര്യത്തിലും മറ്റു ലോകരാജ്യങ്ങൾ അനുവർത്തിച്ചു വരുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് ഞാൻ അമേരിക്കയുടെയും ജർമ്മനിയുടെയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെയും സാഹചര്യങ്ങൾ എടുത്തു കാണിക്കുന്നത്. ആ സാഹചര്യങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ രാജ്യത്ത് പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ച് ഡീലിമിറ്റേഷനെ സംബന്ധിച്ചും പുതിയ ചിന്തകൾ ഉരുത്തിരിഞ്ഞു വരണം. പകരം തങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തങ്ങളുടെ ഭരണാധികാരം നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകളുള്ള സംസ്ഥാനങ്ങളെ ചേർത്തു പിടിക്കുന്ന തരത്തിൽ ഇപ്പോ രാജ്യത്തിന്റെ സമ്പത്ത് കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്കാണ് നിയമങ്ങളും ധനകാര്യ കമ്മീഷന്റെ പ്രവൃത്തികളും ജനസംഖ്യാനുപാതത്തിലും അതുപോലെ തന്നെ പുരോഗമനപരമായിട്ടും വികസനാത്മകമായിട്ടും എടുത്ത നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വന്നിട്ടുള്ളത്. രാജ്യത്താകമാനം നിലവിൽ നിൽക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. മറ്റ് അതിഥികളിലേക്കും എത്താം ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ ഇടവേളയ്ക്ക് ശേഷം. കേസ്
വീണ്ടും ചർച്ചയിലേക്ക്. ഡോക്ടർ ഗോപകുമാർ, ഇവിടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, ഡീലിമിറ്റേഷനിൽ അബ്സല്യൂട്ട് ഈക്വാലിറ്റി സംസ്ഥാനങ്ങൾക്കിടയിൽ സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം. പക്ഷേ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകേണ്ടുന്നത് അത്യാവശ്യവുമാണ്. ഈ ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ ഇന്നത്തെ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് 25 വർഷത്തേക്ക് ഡീലിമിറ്റേഷൻ മരവിപ്പിക്കുക, ഈ നിലയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നതാണ്. പക്ഷേ അത് സാധ്യമാണോ? നമുക്കറിയാം, ജനസംഖ്യയിൽ ലോകത്ത് തന്നെ 1-ാം സ്ഥാനത്ത് ഇന്ത്യ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ഒരു 25 വർഷം കൂടി ഈ നിലയിൽ മുന്നോട്ട് പോവുക എന്നത് സാധ്യമാണോ? ഡീലിമിറ്റേഷന്റെ ഗുണങ്ങൾ അപ്പാടെ തന്നെ വേണ്ടെന്ന് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അതേസമയം ഇവിടെ നമ്മുടെ ഇടത് സഹയാത്രികൻ ഹസ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ചില ബദൽ നിർദ്ദേശങ്ങൾ, അത് GDP അടിസ്ഥാനത്തിലുള്ള ഡീലിമിറ്റേഷൻ, മറ്റ് വിദേശ രാഷ്ട്രങ്ങളെ, യൂറോപ്യൻ യൂണിയനെയും മറ്റുമൊക്കെ അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത്തരം ചില നിർദ്ദേശങ്ങൾ കൂടി ഉണ്ടാകുന്നു. അപ്പോൾ ഈ 25 വർഷം ഇത് തടയുക എന്നത് ഏതെങ്കിലും തരത്തിലൊരു പരിഹാരമാകുമോ? ഒരിക്കലുമില്ല. അത് വലത് കാലിലെ മന്തെടുത്ത് ഇടത് കാലിൽ വയ്ക്കുന്നത് പോലെയുള്ളൂ. 1972 നമ്മളിത് ചെയ്തതാണ്. അതുകൊണ്ട് ഒരു ഗുണവും കിട്ടിയിട്ടില്ല. ചെറിയ രീതിയിലൊക്കെ നിയോജകമണ്ഡലങ്ങളിൽ നിന്ന് അകത്തുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ നടത്തിയെന്നല്ലാതെ ടോട്ടൽ നമ്പർ കഴിഞ്ഞ 52 വർഷമായിട്ട് നമ്മൾ മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇത് നീട്ടിവെക്കാൻ പറ്റത്തില്ല, കാരണം അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു പാഠം എന്താണ്? നമ്മളൊരു ഫെഡറൽ രാജ്യമാണ്, അർദ്ധ ഫെഡറൽ രാജ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. 47-50 കാലഘട്ടത്തിൽ ഭരണഘടന എഴുതിയ പശ്ചാത്തലത്തിലല്ല നമ്മളിന്ന് നിൽക്കുന്നത്. അപ്പോൾ വൻപിച്ച പുരോഗതിയും മുന്നേറ്റങ്ങളും രാജ്യത്തിന് വേണമെന്നും വളരെ താമസിയാതെ മറ്റൊരു 25 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2047 ആകുമ്പോൾ നമുക്ക് 100 വർഷം ആഘോഷിക്കണമെന്ന് പറയുമ്പോഴും രാജ്യത്തിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഇപ്പോൾ എന്താ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി? സംസ്ഥാനങ്ങൾ അസന്തുലിതമാണ്, ചരിത്രപരമായാണ്. ഒരു യഥാർത്ഥ ഫെഡറൽ രാജ്യത്തിനകത്ത് സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രോഗ്രസ് വേണം. അല്ലാതെ ചില സംസ്ഥാനങ്ങൾ ഒറ്റപ്പെട്ടും മറ്റുള്ള സംസ്ഥാനങ്ങൾ വൻപിച്ച കുതിപ്പും ഒക്കെ നേടുന്ന രീതിയിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. അവിടെയാണ് ഈ നമുക്ക് വരുന്ന ജനസംഖ്യാടിസ്ഥാനത്തിൽ ഒരു ഡിലമ വരുന്നത്. 1 man 1 vote 1 value, ഒരു മനുഷ്യൻ ഒരു വോട്ട് ഒരു മൂല്യം എന്നുള്ള പ്രിൻസിപ്പിള് ദേശീയപരമായിട്ട് നമുക്ക് മണ്ഡലങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ മണ്ഡലങ്ങളായിട്ട് തിരിച്ചു വരുമ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഈ അസന്തുലിതാവസ്ഥ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അസന്തുലിതാവസ്ഥ തുടരുക ചെയ്യുമ്പോൾ വാസ്തവത്തിൽ എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ഒന്ന്, അമേരിക്കയിലും മറ്റും ഉള്ളതുപോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പ്രാതിനിധ്യം ഉപരിസഭയായ രാജ്യസഭയിൽ നൽകുക. ഒരു 10 അംഗ സംഖ്യ 10 മതി. ഇപ്പോൾ കേരളത്തിന് 9 പേരാണ് ഇപ്പോൾ ഉള്ളത്, ഉത്തർപ്രദേശിന് 35 രാജ്യസഭയിലുള്ളത്. അത് വേണ്ട, നമുക്ക് 10 എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈക്വലാക്കാം. എന്തുകൊണ്ട് അങ്ങനെ ആലോചിച്ചുകൂടാ? ഇനിയും 1-2 സംസ്ഥാനങ്ങൾ വന്നേക്കുമായിരിക്കാം. പക്ഷേ എന്തായാലും ഇപ്പോൾ ഏതാണ്ട് നമ്മൾ സെറ്റിൽ ചെയ്തല്ലോ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ എന്തുകൊണ്ട് ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഉപരിസഭയായ രാജ്യസഭയിൽ കൊടുത്തുകൂടാ? ഇത് ഒരു നിർദ്ദേശമാണത്. വളരെ കാര്യമായിട്ട് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞപ്പോൾ തന്നെ അത് സൂചിപ്പിച്ചതാണ്. രണ്ടാമത്, നമുക്ക് പ്ലാനിംഗ് കമ്മീഷനില്ല, നീതി ആയോഗും ഫിനാൻസ് കമ്മീഷനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ജനസംഖ്യാടിസ്ഥാനം മാത്രം പരിഗണിക്കാതെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പുരോഗതിയിൽ പല വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് കേരളത്തിനകത്ത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ഉണ്ട്, എന്നാൽ ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ് ഇല്ല. തമിഴ്നാടിന് ഹ്യൂമൻ റിസോഴ്സ് പ്രോഗ്രസ് സമീപകാലത്ത് വന്നു, പക്ഷേ അവരുടെ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ് വളരെ മുൻപന്തിയിലാണ്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ ഡിമാൻഡുകൾ വ്യത്യസ്തമാണ്. അതിൻ്റെ ജെനുവിൻ ആയിട്ടുള്ള ഡിമാൻഡുകൾ മനസ്സിലാക്കി എടുത്തുകൊണ്ട് ഫിനാൻസ് കമ്മീഷനും അതോടൊപ്പം തന്നെ നീതി ആയോഗും പദ്ധതികളും നയങ്ങളും പ്രോജക്റ്റുകളും നൽകുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്ത പാക്കേജോ വ്യത്യസ്ത രീതിയിലോ സഹായിക്കുക. അങ്ങനെ വേണം ഫണ്ടുകളെ ഡിവല്യൂഷൻ നടത്തേണ്ടത്, അങ്ങനെ വേണം ഗ്രാൻസുകൾ കൊടുക്കേണ്ടത്. അല്ലാതെ ജനസംഖ്യാടിസ്ഥാനത്തിൽ മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ അത് രാജ്യത്തിന് പുരോഗതി ഉണ്ടാക്കില്ല. മാത്രവുമല്ല, അങ്ങനെ കൊടുത്തതിൻ്റെ ഫലമായിട്ട് ജനസംഖ്യാ നിയന്ത്രണം ഉണ്ടായില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ജനസംഖ്യ നിയന്ത്രിച്ച സംസ്ഥാനങ്ങൾക്ക് ഒരു ഇൻസെൻറ്റീവ് കൊടുക്കേണ്ട ആവശ്യം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത്യാവശ്യമാണ്. അവരെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പോൾ ഹസ്കർ പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. കട്ടിംഗ് സൗത്ത് നിന്നും BJP ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഒരു കാലത്തും തോന്നുന്നില്ല. കാരണം ആൾറെഡി അവർ കർണാടകയിൽ ഭരിച്ചു, എത്രയോ തവണ ഭരിച്ചു.
ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ കൂട്ടുഭരണത്തിലുണ്ട്. മാത്രമല്ല ഉത്തരേന്ത്യയിൽ അവർക്ക് സീറ്റുകൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കട്ടിംഗ് സൗത്ത് നോർത്ത് സൗത്ത് എന്നുള്ള ബൈനറിക്ക് ഒരർത്ഥവുമില്ല. മഹാരാഷ്ട്ര എന്തായാലും ഉത്തരേന്ത്യയിലല്ല, പശ്ചിമ ബംഗാൾ ഉത്തരേന്ത്യയിലല്ല, ഗുജറാത്ത് ഉത്തരേന്ത്യയിലല്ല. അപ്പോൾ അതുകൊണ്ട് നോർത്ത് സൗത്ത് എന്നുള്ള ആ ഒരു ബൈനറി സ്റ്റാലിൻ കൊണ്ടുവരുന്നത് വളരെ അപകടകരമാണ്. സ്റ്റാലിൻ്റെ പാർട്ടി DMK 1972 വരെ ഇന്ത്യയിൽ നിന്ന് വേറിട്ട് പോകണമെന്ന് സെപ്പറേറ്റിസ്റ്റ് പാർട്ടിയായിരുന്നു. അതിൻ്റെ ഭരണഘടനയിൽ 72-ലാണ് മാറ്റം വരുത്തിയത്. പിന്നീടാണ് പിൽക്കാലത്ത് വാജ്പേയി ഗവൺമെൻറ്റിലും മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിലുമൊക്കെ അധികാരത്തിൽ വന്നത്. ഇന്നിപ്പോൾ അവർ ഒരു ഇൻ്റഗ്രേഷൻ്റെ പാർട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരം അവസരങ്ങൾ പറയുന്നത് രാജ്യത്തിന് വലിയ പ്രശ്നമാണ്. ഇത് പറയുമ്പോൾ ഞാൻ അക്കാഡമിക്കായിട്ട് ഫെഡറലിസം പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ പറയാം, സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു ബാലൻസ് വേണം. ആ സന്തുലിതാവസ്ഥ നിർബന്ധമാണ്. ആ അസന്തുലിതാവസ്ഥ പണ്ടുണ്ടായിരുന്നുകൊണ്ടാണ് നാഗാലാൻഡും ഉത്തരേന്ത്യ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം എത്രയോ കാലം നമ്മളിൽ നിന്ന് വേറിട്ട് മറ്റ് ഛിദ്രശക്തികളുടെ പാർട്ടിയിൽ വന്നു, സംഘടനമുണ്ടാക്കി. ഇപ്പോൾ തന്നെ മണിപ്പൂർ മറ്റൊരു കാരണമാണെങ്കിലും നമ്മളുമായിട്ട് വെല്ലുവിളി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. മുമ്പൊക്കെ ഞങ്ങൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ, ഞാൻ ഔദ്യോഗികമായിട്ടൊക്കെ ഒത്തിരി യാത്ര ചെയ്യുന്ന ഒരാളാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അവർ പറയും, ഓക്കെ യു ആർ കമ്മിങ് ഫ്രം ഇന്ത്യ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നത് തന്നെ എത്രത്തോളം രാജ്യത്തിൻ്റെ ഇൻ്റഗ്രേഷനിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് ആലോചിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ സംസ്ഥാനങ്ങളെ ഏകോപിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ചുമതല ആർക്കാണ്? തീർച്ചയായിട്ടും ജനങ്ങൾക്കാണ്, മുഖ്യമന്ത്രിക്ക്, പ്രധാനമന്ത്രിക്കാണ്, കേന്ദ്ര ഗവൺമെൻറ്റിനാണ് കൂടുതൽ ഉത്തരവാദിത്വം നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് വരേണ്ടത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ നയങ്ങളാണ് പ്രധാനം, അലോട്ട്മെൻറ്റാണ് പ്രധാനം, അല്ലാതെ പാർലമെൻറ്റിനകത്ത് അംഗസംഖ്യ അവരുടെ തീരുമാനമല്ല പ്രധാനം. അങ്ങനെ തീരുമാനിക്കാൻ പോകരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ അറിയാമല്ലോ, ആന്ധ്രാപ്രദേശിന് പ്രത്യേക പാക്കേജ് കിട്ടുന്നു, ബീഹാറിന് പ്രത്യേക പാക്കേജ് കിട്ടുന്നു. കൃത്യമായിട്ട് അറിയാമല്ലോ, അത് രാഷ്ട്രീയമാണ്, മറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ബ്ലാക്ക് മെയിലിംഗ് പറ്റും. പിന്നെ മറ്റൊരു കാര്യം പറയാം, എന്നും ഇത് BJPക്ക് ഗുണം ചെയ്യുമെന്നുള്ള വാദത്തോടും എനിക്ക് യോജിപ്പില്ല. കാരണം അംഗസംഖ്യ വർദ്ധിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്കുള്ള ഒരു രീതി അറിയാമല്ലോ, രാഷ്ട്രീയ രംഗത്ത് ഒരു ഒഴുക്ക് വന്നാൽ, തരംഗം വന്നാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പോൾ ഏത് തരത്തിൽ മാറുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് BJPക്ക് മാത്രം ഗുണം ചെയ്യുമെന്നും പറയാൻ പറ്റില്ല. നാളെ കോൺഗ്രസിനായിരിക്കും ഇത് ഗുണം ചെയ്യുന്നത്. രണ്ടായാലും ജനസംഖ്യാടിസ്ഥാന എക്സ്ക്ലൂസീവായിട്ട് അത് മാത്രം എടുത്തുകൊണ്ട് നയരൂപീകരണം നടത്തരുത്. ഫിനാൻസ് കമ്മീഷനും തീർച്ചയായിട്ടും നീതി ആയോഗവും മറ്റ് പല ഘടകങ്ങൾ കൂടി പരിഗണിച്ച് അതാത് സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ, ജനുവിൻ ആവശ്യങ്ങൾക്ക് വേണം സപ്പോർട്ട് കൊടുക്കാൻ. തീർച്ചയായും പാർലമെന്ററി പ്രാതിനിധ്യം എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്ന കാര്യത്തിൽ മണിപ്പൂരിന്റെ ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് നേതാക്കൾ സംസാരിച്ചിരിക്കുന്നതും. ശ്രീ നിജേഷ് അരവിന്ദ്, ഇക്കാര്യത്തിൽ ഈ ഒരാശങ്ക അത് പ്രധാനമായി ഉയർത്തി കേന്ദ്രത്തിനെതിരെ പോരാടാൻ അല്ലെങ്കിൽ അതിന്റെ ചുക്കാൻ പിടിക്കാൻ മുന്നിട്ട് വന്നത് MK സ്റ്റാലിനാണ്. സ്റ്റാലിൻ ഈ വിഷയം ഉയർത്തിയതിന് ശേഷമാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി പോലും ഏത് തരത്തിൽ ഈ വിഷയത്തെ നേരിടണം എന്ന സംബന്ധിച്ചുള്ള ആലോചനകൾ തുടങ്ങിയതും ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതിന്റെ ഒക്കെ തീരുമാനം പാർലമെന്ററി പാർട്ടിയിൽ ഉണ്ടാകുന്നതും. അപ്പോൾ ഇതിന്റെ ഒരു നേതൃസ്ഥാനം ഇപ്പോൾ സ്റ്റാലിൻ ഏറ്റെടുത്തിരിക്കുന്നു. അതിൽ എല്ലാവരും അണിചേരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ വരാനോ മറ്റോ ഒക്കെയുള്ള സാധ്യതകളുണ്ടോ? പല വിഷയങ്ങളിലും അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അതോ കോൺഗ്രസ് ഇതിനൊപ്പം ഉറച്ചു നിന്ന് പാർലമെന്റിൽ ഉൾപ്പെടെ ഈ വിഷയങ്ങൾ കൊണ്ടുവരാനും അത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുമുള്ള ശ്രമത്തിനൊപ്പം പൂർണ്ണ പിന്തുണയോടെ ഉണ്ടാകുമോ? ഒരു വിഷയം ഉയർന്നു വരികയാണ്, ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ അത് ആദ്യം ഉന്നയിച്ചത് ശ്രീ സ്റ്റാലിനാണ്. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും നിന്നു. നാളെ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അത് സംബന്ധിച്ച് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അമിത്ഷാ പറഞ്ഞു എങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. ചില ആളുകൾ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല, സെൻസസ് വരട്ടെ. അപ്പോൾ ഒരു പ്രാരംഭ ദശയിലാണ് ഈ വിഷയം ഉള്ളത്. അപ്പോൾ നാളുകളിൽ എന്തു പറ്റും എന്ന് നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കോൺക്രീറ്റായ നിലപാട് രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്നു. ഇന്ന് ഒരു സമ്മേളനം കൂടുന്നു, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വരുന്നു, രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം വരുന്നു, ഒരു വിഷയത്തോട് പ്രതികരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, BJPയുടെ പ്രതിനിധി പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് വിഘടനവാദ രാഷ്ട്രീയമാണ്. എങ്ങനെയാണ് അതാവുക? തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു വിഷയത്തിൽ ഒരഭിപ്രായം പറഞ്ഞാൽ, ഇന്ത്യ രാജ്യത്തെ ഒരു മുഖ്യമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരഭിപ്രായം പറഞ്ഞാൽ അതെങ്ങനെയാണ് ഭരണഘടനാ വിരുദ്ധമാവുക? ഭരണഘടനയിൽ എവിടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് സമ്മേളനം നടത്താൻ പാടില്ല എന്നും അവർക്കൊരു അഭിപ്രായം പറയാൻ പാടില്ല എന്നും എഴുതി വെച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അകത്താണ് ഇതെല്ലാം ഉള്ളത്.
ഈ ഭരണഘടനയ്ക്കകത്ത് വന്നിരുന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി വന്ന് പറയുന്നുണ്ട് എങ്കിൽ ഇത് വിഘടനവാദമാണ്. എവിടെയാണ് ഇതിന് വിഘടനവാദമുള്ളത്? ഏതെങ്കിലും രാജ്യത്തെ വിഘടിപ്പിക്കാൻ വേണ്ടി, ഏതെങ്കിലും ഭാഷയുടെ പേരിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, ഏതെങ്കിലും മതത്തിന്റെ പേരിൽ ആളുകളെ മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രമേയം ഇന്നത്തെ ചർച്ചയ്ക്കകത്തുണ്ടായി. പിന്നെ എങ്ങനെയാണ് ഇത് വിഘടനവാദമാകുന്നത്? അപ്പോൾ BJPയുടെ പ്രതി നിങ്ങൾക്കൊരു ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയമുണ്ട്. നിങ്ങളിവിടെ വന്ന് കുറച്ച് ഇന്ദിരാഗാന്ധിയെയും കുറച്ച് നെഹ്റുവിനെയും കുറച്ച് കോൺഗ്രസിനെയും കുറച്ച് ഗാന്ധിയെയും ഒക്കെ ചീത്ത വിളിച്ച് സംതൃപ്തി അടയാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ മിസ്റ്റർ BJPക്കാരാ, നിങ്ങൾ പറയുന്നു നിങ്ങൾ ഇന്നിരിക്കുന്ന ഈ സൗഖ്യവും സൗഭാഗ്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ നേടിത്തന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ ജീവനാണ്, അവരുടെ രക്തമാണ്, അവരുടെ ത്യാഗമാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് വന്ന് പറയുന്ന സമയത്ത് അതിൻ്റെതായ മാന്യതയും ആവശ്യമുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇന്ത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ ചർച്ച ഉയർന്നു വരുമ്പോൾ ആ ചർച്ചയോട് അഭിപ്രായം പറയാൻ BJPക്ക് സ്വാതന്ത്ര്യമുണ്ട്. BJPക്ക് അഭിപ്രായം പറയാം. കോൺഗ്രസ് പറയുന്നതിന് എതിരായ അഭിപ്രായമാണെങ്കിൽ, വിപരീതമായ അഭിപ്രായമാണെങ്കിൽ പറയാം. ഇനി അതല്ല, ഇതൊരു സർവകക്ഷി യോഗം വിളിക്കണമെങ്കിൽ വിളിക്കാം. ഇനി മറ്റു രാജ്യങ്ങളെ പറ്റി പഠിക്കണമെങ്കിൽ അതുമാവാം. ഇതൊക്കെ ആകുന്ന ഒരു പ്രാരംഭ ദശയിൽ വന്ന് സമ്മേളനം കൂടിയ ആളുകൾ ഭരണഘടനാ വിരുദ്ധരാണ്, വിഘടനവാദികളാണ് എന്ന രീതിയിലൊക്കെ പറയുന്നത് അഹങ്കാരത്തിന്റെ, അഹംഭാവത്തിന്റെ ഭാഷയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു ചർച്ച വരട്ടെ. പിന്നെ മറ്റൊന്ന്, നമ്മൾക്കറിയാം ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് BJPയുടെ അജണ്ടയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയുടെ ഒന്നിലധികം നേതാക്കന്മാർ, MP-മാർ പറഞ്ഞു, ഞങ്ങൾക്ക് 4/3 ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം മാറ്റി എഴുതാൻ പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഇത് പറയുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കതിൽ പ്രയാസമുണ്ട്. കാരണം ഏതെങ്കിലും വഴിയിലൂടെ അധികാരത്തിൽ വന്ന് ഇന്ത്യയുടെ ഭരണഘടന മാറ്റി എഴുതി നേരത്തെ അവരുടെ കൈവശമുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കീഴിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമ്മൾ ഇതുവരെ പറഞ്ഞ സെക്യുലർ സ്റ്റേറ്റ് നഷ്ടപ്പെടും, സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടുന്നതിനോട് ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടാവണം. 2, നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ സൂചിപ്പിച്ചു പോയി, മണിപ്പൂർ 1.5 വർഷമായി ഇരുന്ന് കത്താൻ തുടങ്ങിയിട്ട് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി പോയിട്ടില്ല. എന്തുകൊണ്ടുണ്ടായിട്ടില്ല? അധികാരമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ അധികാരത്തിന് എല്ലാ കാലവും അരക്കിട്ടുറപ്പിച്ച് കേന്ദ്രത്തിന് മുകളിൽ നിൽക്കുകയാണ് എങ്കിൽ സ്റ്റേറ്റിന്റെ ബാർഗെയിനിങ് കപ്പാസിറ്റി നഷ്ടപ്പെടും എന്ന് ഈ സെൻട്രൽ ഗവൺമെന്റ് അറിയാം. ആ ബാർഗെയിനിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അത് വികസനത്തിനുള്ള ബാർഗെയിനിങ് കപ്പാസിറ്റിയാണ്. വികസനത്തിനുള്ള ബാർഗെയിനിങ് കപ്പാസിറ്റി ഒരു സംസ്ഥാനത്തിന് ഉണ്ടാകുമ്പോഴാണ് അത് ഫെഡറൽ സംവിധാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുകളിൽ നിന്ന് അധികാരമുണ്ടാക്കി ഞങ്ങൾ കാലാകാലം ഭരിക്കും എന്ന് പല BJP നേതാക്കന്മാരും പറയുന്നതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലേക്ക് നിയമങ്ങളെ മാറ്റിയെഴുതുന്ന സമയത്ത് ജനാധിപത്യ രാജ്യത്ത് സ്വാഭാവികമായ ആശങ്കകളുണ്ടാവും. ആ ആശങ്കയാണ് പറഞ്ഞത്. ഇന്നത്തെ സമ്മേളനത്തിൽ ഡീലിമിറ്റേഷൻ വേണ്ട എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ പഠിച്ചുകൊണ്ട്, സെൻസസ് വരട്ടെ, സെൻസസ് വന്നില്ലല്ലോ, പഠിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം നഷ്ടപ്പെടാതെ, സംസ്ഥാനങ്ങൾക്ക് ഇതുവരെയുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടാതെയുള്ള ഒരു ഡീലിമിറ്റേഷനിലേക്ക് ആവശ്യമായ ചർച്ചകൾ വരട്ടെ, പാർലമെന്റിൽ ചർച്ചകൾ വരട്ടെ. അതിനെ ഭരണഘടനാ വിരുദ്ധമെന്നും അതിനെ വിഘടനവാദ രാഷ്ട്രീയമെന്നും പറയുന്നത് ശരിയല്ല. ഈ ചർച്ച ഇനിയും മുന്നോട്ട് പോകും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ചർച്ചയോടൊപ്പം ഇതൊരു തുടക്കം മാത്രമാണ്. ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അത് മുന്നോട്ട് പോകാനുള്ള നീക്കമെടുത്തിട്ടുണ്ട്. മറ്റ് യോജിച്ചുള്ള പോരാട്ടങ്ങൾ എവിടെയൊക്കെ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ പ്രാഥമികമായ ധാരണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു യോജിച്ച പോരാട്ടമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ, പങ്കെടുത്ത മുഖ്യമന്ത്രിമാരും അതിന് പിന്തുണ അർപ്പിക്കുകയാണ്. അപ്പോൾ ഈ പോരാട്ടം തുടരാൻ അവർ തീരുമാനമെടുത്തിരിക്കുന്നു. ഈ പങ്കെടുത്തവർക്ക് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക. ഇവിടെ ഇപ്പോൾ കരിങ്കൊടി കാണിച്ചുകൊണ്ടാണ് BJP നേതാക്കൾ തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയത്. BJP അധ്യക്ഷൻ അണ്ണാമലൈ പറഞ്ഞത് ഇത് വെറും നാടകമാണ് ഇന്ന് നടന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ അവരുടെ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി രേഖപ്പെടുത്തേണ്ടിടത്തൊക്കെ ഇത് രേഖപ്പെടുത്താനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അതെങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റും? ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ളവർക്ക് ഇക്കാര്യങ്ങളിൽ ആശങ്കയുണ്ട്. എന്തെങ്കിലും വിചാരിക്കുന്നത് അതുപോലെ നടത്താൻ സ്വന്തം നിലയിൽ ഭൂരിപക്ഷം ഇല്ല എന്ന കാര്യം കൂടി ബോധ്യമുണ്ടാകുമല്ലോ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന ആശങ്കകൾ പരിഗണിച്ചും പരിശോധിച്ചും പുനർവിചിന്തനം നടത്തിയുമല്ലേ മുന്നോട്ട് പോകേണ്ടത്? അല്ല, ഒന്ന് മനസ്സിലാക്കുക, ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ പ്രകടന പത്രികയിൽ ഇറക്കിയ ഒരു സാധനമല്ല. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്താനും അധികാര വാജ്പേയിയാണ് 25 വർഷത്തേക്ക് ഇത് മാറ്റിവെച്ചത്. ആ നയം പിന്തുടരണം എന്നതാണ് ഉയർന്ന പ്രധാനപ്പെട്ട ആവശ്യം. അല്ല, അപ്പൊ അത് ഭരണഘടനാ വിരുദ്ധമാണല്ലോ. അത് ഭരണഘടനാ വിരുദ്ധമാണ്. 25 വർഷത്തേക്ക് ഈ സംവിധാനങ്ങളൊന്നും പാടില്ല. വാജ്പേയി സർക്കാരാണ് 25 വർഷം ഇത് മാറ്റിവെച്ചത്. അപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമായിരുന്നോ?
അല്ല, അങ്ങനെ ഇനിയും ഈ 25 വർഷത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഇവിടുത്തെ നിലവിലുള്ള ഭരണഘടനാ സംവിധാനങ്ങൾ അനുശാസിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനാണ് പറയുന്നത്. അതിനാണല്ലോ ഭരണഘടന. അല്ല, വാജ്പേയിക്ക് മാറ്റിയത് നരേന്ദ്രമോദിക്ക് മാറ്റിക്കൂടെ മിസ്റ്റർ പ്രിന്റു? സ്റ്റാലിന്റെ രാഷ്ട്രീയം, അല്ല പ്രിന്റു, വാജ്പേയിക്ക് മാറ്റിയത് നരേന്ദ്രമോദിക്ക് മാറ്റിക്കൂടെ? ഒരു സംശയവും വേണ്ട. വിഘടനവാദത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ് സ്റ്റാലിൻ അവിടെ കളിക്കുന്നത്. അത് ഗോപൻ സാറ് പറഞ്ഞല്ലോ, 72-ന് ശേഷം എന്താണ് മിസ്റ്റർ വിഘടനവാദം? എന്താണ് മിസ്റ്റർ വിഘടനവാദം? അല്ല, വിഘടനവാദം എന്താ നിങ്ങൾ പറ. ജനാധിപത്യപരമായ രീതിയിൽ അവരുടെ എതിർ സ്വരങ്ങൾ രേഖപ്പെടുത്താനുള്ള അവകാശമില്ലേ? അല്ല, എതിർ സ്വരങ്ങളെ ഇപ്പൊ ഏതൊക്കെ രീതിയിലാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്? ഇപ്പൊ തമിഴ് വാദത്തിന്റെ നേരത്തെ ഞാൻ രേണുവിനോട് പറഞ്ഞ സമയത്ത് തമിഴ് വാദം പറഞ്ഞല്ലോ. ഈ തമിഴ് വാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര വർഷങ്ങളായിട്ട് ഈ തമിഴ് ജനതയെ ഒരു പ്രത്യേകമായി ഫ്രീസ് ചെയ്യുന്ന ഈ സ്റ്റാലിന്റെ കുടുംബവും. അപ്പൊ അത് സ്വാഭാവികമായിട്ട് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഇപ്പൊ പഴയതുപോലെ ആ പരിപ്പ് വേവുന്നില്ല. അപ്പൊ പുതിയ തന്ത്രങ്ങൾ ഇന്നത്തെ യോഗവും അതിന്റെ ഒരു മാതൃകയായിരുന്നു ശ്രീ പ്രിന്റു. അവിടെ പല ഭാഷകളിൽ ഒഡിയയിൽ വരെയുള്ള ട്രാൻസ്ലേഷനുകൾ നൽകിക്കൊണ്ട് അതിനൊരു മാതൃകയായിരുന്നു. എങ്ങനെ ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ മാതൃകയായി ഇന്നത്തെ ചെന്നൈ സമ്മേളനം വേണമെങ്കിൽ നമുക്ക് കാണാം. അല്ല, തമിഴ് വാദം അല്ലെങ്കിൽ തമിഴിനോടുള്ള സ്നേഹം കൂട്ടിയ സമയത്ത് തമിഴ് വാദം എന്ന് പറയുമ്പോൾ അവർ തമിഴ് മാത്രമല്ലെന്നേ, ഒഡിയ ഭാഷയിൽ അങ്ങനെ പല ട്രാൻസ്ലേഷനുകളുണ്ട്. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സന്ദേശമാണ് അവർ നൽകിയത്. തമിഴിന്റെ ഇന്ത്യയുടെ സർവീസ് രംഗങ്ങളിലായിക്കോട്ടെ, ഇന്ത്യയിലെ എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് കേന്ദ്ര സർവീസുകളായിക്കോട്ടെ, തമിഴിന്റെ പ്രാതിനിധ്യം എത്രയാണ്? അപ്പൊ സ്വാഭാവികമായിട്ട് തമിഴ് ജനതയെ പല രീതിയിൽ ഹിന്ദിയോടുള്ള വിമുഖത അവന്റെ പല രീതിയിൽ പുറകോട്ടടിപ്പിച്ചിട്ടുണ്ട്. ഇത് സത്യമാണ്. അത് പഴയതുപോലെ ഫലിക്കുന്നില്ല. അവിടെയാണ് പുതിയ വാദങ്ങളുമായിട്ട് ഇവിടെ വരുന്നത്. ഇപ്പൊ ഡീലിമിറ്റേഷൻ 25 വർഷം മാറ്റിവെക്കണം എന്നാണ് ഇവരുടെ പ്രഥമ പ്രമേയത്തിന് ആദ്യമായിട്ട് ഇവർ ആവശ്യപ്പെട്ടത്. കേരളം എതിർപ്പുയർത്തുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിലല്ലോ. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഫിസ്ക്കൽ പോളിസിയുടെ കാര്യത്തിലാണെങ്കിലും ഭാഷാ നയത്തിന്റെ കാര്യത്തിലാണെങ്കിലും കൾച്ചറൽ നയത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ തരത്തിലും ഫെഡറലിസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. എവിടെയാണ് നിങ്ങൾ സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ വൈവിധ്യത്തെ ഉൾക്കൊള്ളുന്നത്? എല്ലാവരെയും കൊണ്ടുപോകാൻ ഒരു ചർച്ച നടക്കില്ലേ? അവരുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടേ? അതിന് അവരുടെ ആശങ്കകൾ കൂടി കണക്കിലെടുത്ത് പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണ്ടേ എന്ന ചോദ്യം പോലും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? ഒരസ്വസ്ഥതയുമില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം നടപ്പിലാക്കുന്നതിന് മുമ്പ് ഒരു പറ്റം മന്ത്രിമാരും അതിന് കോൺഗ്രസിന്റെ ഒത്താശയോട് കൂടിയിട്ട് ഒരു പ്രദേശത്ത് വന്നുകൊണ്ട് ഇവിടെ വരാൻ പോകുന്ന വലിയൊരു പ്രശ്നമാണ്, ഇവിടെ ബാബരി മസ്ജിദിന്റെ പേരിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള കലാപ കോലാഹലങ്ങൾക്ക് വീണ്ടും ഈ രാജ്യത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാലിൻ ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് രാജ്യത്തിന്റെ എന്തെങ്കിലും വിളിച്ചു പറയാം ചർച്ചയ്ക്ക് വന്നിട്ട്? എനിക്കറിയില്ല ആ വിഷയവും എനിക്കറിയില്ല. ഇത്രയധികം സംസ്ഥാനങ്ങൾക്ക് ആശങ്കയുള്ള അത് നോർത്ത് സൗത്ത് ഡിവൈഡ് അല്ല എന്നത് എത്ര മനോഹരമായിട്ടാണ് ഗോപകുമാർ സാർ ഇവിടെ വിശദീകരിച്ചതെന്ന് താങ്കളും കേട്ടതാണ്. അപ്പോൾ ഇത് നോർത്ത് സൗത്തോ അങ്ങനെയുള്ള ഒരു വിഷയമല്ല. രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങൾക്കും ബാധകമാകുന്ന അവരെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയത്തിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അതിലുള്ള അവരുടെ കൺസേൺ പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും ഒക്കെ അറിയിക്കാനുള്ള ഒരു തീരുമാനമെടുത്ത് അവർ മുന്നോട്ട് പോകുന്നു. രാജ്യത്തിന്റെ പാർലമെന്റിൽ അത് അവതരിപ്പിക്കാൻ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ്, വിഘടനവാദമാണ്. ബാബറി മസ്ജിദ് പൊളിച്ചതുമായിട്ടുള്ള സംഭവമായിട്ടൊക്കെ അതിനെ താരതമ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ശ്രീ ഇന്ത്യ സഖ്യം ഈ രാജ്യത്ത് കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? രാജ്യത്തിന് അനുകൂലമായ കാര്യങ്ങളാണോ? ഇപ്പൊ നിജേഷിന്റെ തലവനായിട്ടുള്ള രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പറയുന്നത് രാജ്യസ്നേഹത്തിന്റെ ഉടമ്പടികളാണ് അദ്ദേഹം പറയുന്നത്, രാജ്യവിരുദ്ധതയാണ് പറയുന്നത്. അതൊക്കെ വേറെ വിഷയമാണ് ശ്രീ പ്രിന്റു. ഈ അവസാന വിഷയം രാഹുൽ ഗാന്ധി പറയുന്ന സമയത്തൊക്കെ അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ അങ്ങോട്ട് പോകാൻ സമയമില്ല. ശ്രീ ബി എൻ ഹസ്കർ, ഇവിടെ ഒരു ശക്തമായ കൂട്ടായ്മ, അതിൽ സ്റ്റാലിൻ ഉറച്ച പിന്തുണയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും ഉണ്ടാകുന്നത്. നമ്മൾ കണ്ടതാണ് ഇതിനു മുൻപും പല വിഷയങ്ങളിൽ ആ കൂട്ടായ്മ. അപ്പോൾ ഇതൊരു ഉറച്ച ശബ്ദമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇത് ഒരു വിഷയത്തിൽ മാത്രം ഊന്നുന്ന കാര്യവുമല്ല. പല വിധത്തിൽ സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിലാകട്ടെ, മറ്റ് ഭാഷാ വിഷയങ്ങളിലാകട്ടെ, വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യത്തിലാകട്ടെ, എല്ലാ വിഷയങ്ങളിലും ഈ പ്രശ്നങ്ങൾ സംസ്ഥാനങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫെഡറൽ സംവിധാനത്തെ ആകെ തകർക്കുന്ന നീക്കം തുടരുമ്പോൾ അതിനെതിരെ ഈ പോരാട്ടം വിജയം കാണുമെന്നാണോ താങ്കളുടെ പ്രതീക്ഷ? 2024 ഇന്ത്യയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടായി. ഇന്ത്യ ബ്ലോക്ക് എന്നറിയപ്പെടുന്ന സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം
4-3 ഭൂരിപക്ഷം നേടി ഇന്ത്യയുടെ പാർലമെന്റിൽ അധികാരത്തിൽ എത്തുമെന്ന് വ്യാമോഹത്തോടു കൂടി പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ഇന്ത്യയുടെ പാർലമെന്റിൽ 10 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുമെന്ന് സ്വപ്നം കണ്ടിരുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്ത വായിക്കേണ്ടി വന്നു പിറകിലായിരുന്നു എന്ന്. 1.5 ലക്ഷം വോട്ടിന് മാത്രമേ അദ്ദേഹത്തിന് പാർലമെന്റിലെത്താൻ തന്റെ സ്വപ്നമണ്ഡലമായ വാരാണസിയിൽ നിന്ന് സാധിച്ചുള്ളൂ എന്ന ഗതികേട് വരുത്തിയത് ആ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ബദൽ മുന്നണിയായിരുന്നു. അതിന്റെ ശക്തമായ ശാക്തീകരണമാണ് ഇപ്പോ ശ്രീ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർത്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഷാ സ്വത്വബോധത്തെ നശിപ്പിക്കുകയും ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തെ നശിപ്പിക്കുകയും ശ്രമിക്കുന്ന BJP ഗവൺമെന്റിന്റെയും സംഘപരിവാറിന്റെ 100 വർഷത്തെ അജണ്ട നടപ്പിലാക്കാൻ പോകുന്ന നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിനുള്ള ശക്തമായ താക്കീതായിരുന്നു ഇന്ന് നടന്ന സമ്മേളനം. ആ സമ്മേളനത്തിന്റെ പ്രത്യേകത ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുപക്ഷെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നല്ല, പശ്ചിമഘട്ടത്തിൽ നിന്നും അതുപോലെ തന്നെ പഞ്ചാബിൽ നിന്നും ബംഗാളിൽ നിന്നും അടക്കമുള്ള ആളുകളുടെ പ്രാതിനിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ പ്രതിപക്ഷ കൂട്ടായ്മയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ശ്രേണിയിലേക്ക് ഈ പ്രതിപക്ഷ കൂട്ടായ്മയുടെ ശക്തമായ വിലപേശൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും എന്നതിന്റെ സൂചന കൂടിയായിട്ടാണ് രേണുക ഞാനിത്. ശരി, നമുക്ക് കാത്തിരിക്കാം എന്ത് സംഭവിക്കുന്നു എന്നത്. ഈ കൂട്ടായ്മ എന്തായാലും ശക്തമായ പ്രതിരോധം ഇതിൽ ഉയർത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. മറ്റ് തുടർ പ്രതികരണങ്ങൾ എന്താണ് എന്നതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഗോപകുമാർ, ശ്രീ നിജേഷ് അരവിന്ദ്, ശ്രീ BN ഹസ്കർ, റിന്റു ബഹാദി. ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.